ഹലോ, ഞങ്ങൾ ഇന്ന് അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയാണേ. നേരത്തെ ഇറങ്ങണമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഒരുങ്ങി ഇത്രയും നേരമായി. ഞങ്ങളുടെ കൂടെ തമ്പുരും കൂടെ ഉണ്ട്. തമ്പുരു ഗെയിം കളിച്ചുകൊണ്ട് പുറയിലിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ അവൾ കിടന്ന് ഉറങ്ങും. ഞങ്ങൾ വരാൻ നേരത്ത് ദേവുവിനെ കൂടെ വിളിച്ചു. പക്ഷേ അവൾക്ക് വണ്ടിയിലിരിക്കുമ്പോൾ ഛർദ്ദിക്കും. അതുകൊണ്ട് അവൾ വരുന്നില്ല. അവൾക്ക് വരുന്ന വഴിക്ക് നമ്മൾ കേക്ക് മേടിച്ചുകൊണ്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. പല ഫ്ലേവറിലുള്ള കേക്കുകൾ ഇങ്ങനെ അടുക്കി ഐസ്ക്രീം പോലെ വെച്ച കേക്ക് മേടിക്കാൻ കിട്ടും, അത് മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ഐസ്ക്രീം കടയിൽ കയറി ഐസ്ക്രീം കുടിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഫലൂദ വേണമെന്ന് പറഞ്ഞപ്പോൾ അത് കഴിക്കാൻ കട നോക്കാൻ പറഞ്ഞു. കട നോക്കി അവസാനം അവിടെ ഒന്നും കട കണ്ടില്ല. എവിടോ ഒരു സ്ഥലത്തെത്തിയപ്പം ചേട്ടൻ തന്നെയാണ് പറഞ്ഞത് കട അതുകൊണ്ട് അവിടെ ഉണ്ട്, നമുക്ക് അവിടെ ഇറങ്ങി കുടിക്കാമെന്ന് പറഞ്ഞു. വണ്ടി നിർത്തിയേക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു കട. അവിടെ ചെന്നപ്പോൾ അവിടെ ഫലൂദയില്ല, അല്ലാത്ത ജ്യൂസുകളൊക്കെ ഉള്ളായിരുന്നു. അല്ലെങ്കിൽ നമുക്കൊരു ആവശ്യമായിട്ടൊരു സാധനം വേണമെങ്കിൽ അത് അന്വേഷിച്ച് ആ കട കാണത്തേയില്ല. അങ്ങനെ നമ്മൾ കാരേറ്റ് എത്തിയപ്പോൾ അവിടെ ഒരു കട കണ്ടു. അവിടെ നമ്മൾ ആദ്യമേ ചേട്ടൻ പോയി അന്വേഷിച്ചിട്ട് വന്നു, ഉണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങി ചെന്നാൽ മതിയല്ലോ. അങ്ങനെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ ചെന്നു. അവിടെ എല്ലാ ഐറ്റം സാധനങ്ങളും ഉണ്ടായിരുന്നു. നമ്മൾ കുറേ നേരം അവിടെ എല്ലാം നോക്കി അതിൻ്റെ വിലയും അതും ഇതൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും നമ്മുടെ സാധനം എത്തി. എനിക്ക് ചോക്ലേറ്റ് ഫലൂദയായിരുന്നു വേണ്ടുന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ അത് പറയാൻ മറന്നുപോയി. പിന്നെ ഇതാണ് വന്നത്. അങ്ങനെ 3 പേർക്കുമുള്ള ഫലൂദ എത്തി. ഞാൻ ആദ്യമായിട്ടാണ് ഫലൂദ കഴിക്കുന്നത്. ഇതിന് മുമ്പിട്ട് നമ്മൾ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് മക്കൾക്ക് ഇതുപോലെ വാങ്ങിച്ചു കൊടുക്കുമെങ്കിലും ഞാനൊരു ജ്യൂസോ പിന്നെ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കത്തേ ഉള്ളായിരുന്നു. ഞാൻ യഥാർത്ഥത്തിൽ കഴിക്കാത്ത കാരണം എന്ന് വെച്ചാൽ ഐസ്ക്രീമൊക്കെ പെട്ടെന്ന് എനിക്ക് കഴിക്കണം. അത് അലിഞ്ഞു പോയി കഴിഞ്ഞാൽ എനിക്കിഷ്ടമല്ല. ഇത് ഫലൂദ കിട്ടിയ ഉടനെ ഞാൻ പെട്ടെന്ന് അത് കഴിക്കാൻ തുടങ്ങി. കാരണം ഇത് പകുതി കഴിച്ച് വരുമ്പോഴത്തേക്ക് അലിഞ്ഞു പോകും. അലിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ ഞാൻ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ തമ്പുരുവിൻ്റെ ഫലൂദ തമ്പുരേനെക്കാട്ടി വലുതായതുകൊണ്ട് അവൾക്ക് എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ അവൾക്കും കൂടെ ഞാൻ എടുത്തു കൊടുക്കേണ്ടി വന്നു. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് അത് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ തമ്പുരു ഇങ്ങനെ കിടന്ന് വെപ്രാണം കാണിക്കുന്നെങ്കിലും അവൾ അത്രയും കഴിക്കത്തില്ല, കുറച്ച് മാത്രമേ കഴിക്കുള്ളൂ. ആദ്യം ഇരിക്കുന്ന ഐസ്ക്രീമുകളൊക്കെ കഴിക്കുകയുള്ളൂ. അടിയിലോട്ടുള്ള ഫ്രൂട്ട്സ് ഒന്നും അവൾ കഴിക്കാറേ ഇല്ല. പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ.